ചെക്ക് ബുക്ക് അല്ലേ ഇത്? ഭൈരവി PS, ഹൗസ് നമ്പർ 44. കിരണിന്റെ അമ്മയുടെ പേരാ. നമുക്ക് ഈ അഡ്രസ്സിൽ പോയി നോക്കിയാലോ? ആ. ആരാ? കിരണിന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാ. കേറി വാ. സ്വന്തം അമ്മയെ കുറിച്ച് പോലും അവൻ എന്നോട് നുണ പറഞ്ഞു. കോളേജിൽ പഠിക്കുമ്പോൾ അമ്മ മരിച്ചു എന്ന് എന്നോട് പറഞ്ഞിരുന്നേ. ഐ ആം നോട്ട് സർപ്രൈസ്ഡ്. വാ. മോനിരിക്കേ. അവൻ പറഞ്ഞോട്ടാണോ? അവൻ വിളിച്ചിട്ട് കുറച്ച് ദിവസമായി. കിരൺ ഒരു ഒഫീഷ്യൽ ടൂറിലാ. അമ്മയെ പറ്റി അവൻ എപ്പോഴും പറയാറുണ്ട്. പിന്നെ ഞങ്ങൾ ഇതുവഴി പോകുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഒന്ന് കയറി അന്വേഷിക്കാൻ പറഞ്ഞു. അവൻ എന്നാ റിസൈൻ ചെയ്തെന്നറിയോ? ജോലി മാറുന്നതിനെ പറ്റി അവൻ പറഞ്ഞിരുന്നോ? ആ, അവന് വിദേശത്ത് നല്ല ജോലി കിട്ടിയെന്നും അതുകൊണ്ടൊരു വലിയ യാത്രയ്ക്ക് തയ്യാറായിക്കോളൂന്ന് അവൻ പറഞ്ഞിരുന്നു. റിസൈൻ ചെയ്യുന്ന ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല. ഇത് കിരണല്ലേ? അതെ. കിരൺ അമൽ എന്നൊരു പേരുണ്ടോ? പ്രാർത്ഥനയ്ക്ക് സമയമായി. നിങ്ങൾ പോയിക്കോളൂ. അമൽ എന്നുള്ള പേരിനെ കുറിച്ച് ചോദിച്ചതാണ് കുഴപ്പമായത്. അവരെന്തോ ഒളിക്കുന്നുണ്ട്. ഇനി ഹാർഡ് ഡിസ്ക് വെറുതെ ഉണ്ടാവോ? വേറെ ഒന്നുമില്ല. ജീവിക്കാൻ പോലും ആഗ്രഹമില്ലാത്ത ഒരാളെ നമ്മളിപ്പോ കണ്ടത്. ഹലോ. ഹലോ അശ്വിൻ, ഞാൻ ഋതികയാ. ഇതേതാ നമ്പർ? അഭി എവിടെ? ഇതുകൊണ്ട് ഞാൻ കൊടുക്കാം. ഋതിക. ഹലോ, നീ സേഫ് അല്ലേ? ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? ഇവിടെ കുഴപ്പമൊന്നുമില്ല. എന്തായി, സാധനം കിട്ടിയോ? ഇല്ല, കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിച്ച പോലെ അല്ല. എന്താ, എന്തു പറ്റി? അത് ഞാൻ നേരിട്ട് കാണുമ്പോൾ പറയാം. ഞാൻ വിളിക്കാം കേട്ടോ. എന്താ ആലോചിക്കുന്നത്? നമുക്ക് ഇന്ന് ഇവിടെ ഏതെങ്കിലും ഹോട്ടലിൽ സ്റ്റേ ബാക്ക് ചെയ്താലോ? എന്നിട്ട് നാളെ ഒന്നും കൂടെ വരാം.